അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വികാരം കൊണ്ട് മനസ്സ് കീഴ്പ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സുബോധം ഉള്ളപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ പൊന്നു പരിശുദ്ധി അമ്മേ, ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരുത്തരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയിലൊക്കെ കുറെ ആളുകൾ ദൈവത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. വൈദികര്, സന്യസ്തര്, വൈദികനാകാൻ പോകുന്നവൻ ബ്രഹ്മചര്യവ്രതം, പിന്നെ സിസ്റ്റർമാര് സന്യാസിനികളാകാൻ പോകുന്നവര് സന്യാസവ്രതം ഒക്കെ എടുക്കും. ഇതുപോലെ തന്നെ മറ്റൊരു വ്രതമുണ്ട്. എന്താണെന്നറിയോ? ഇതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമായ മേന്മയേറിയ മഹത്വമുള്ള ഒരു വ്രതമുണ്ട്. എന്താണെന്നറിയോ? ഏക ഭാര്യാവ്രതം, ഏക ഭർത്തൃവ്രതം. ഒരു ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക തിരുസഭയിലുള്ള ഒരു വ്യക്തിക്ക് ഒരു വിവാഹിതനാകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, വിവാഹിതയാകാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് നീ പോലും അറിയാതെ നീ എടുക്കുന്ന ഒരു വ്രതമാണ് ഏക ഭാര്യാവ്രതം, ഏക ഭർത്തൃവ്രതം. മരണം വരെ ഇവരുടെ കൂടെ മാത്രം, ഇവരുടെ കൂടെ മാത്രം ഞാൻ ജീവിച്ചുകൊള്ളാം. നീ വ്യഭിചാരം ചെയ്യുമ്പോൾ, നീ ഒരു അന്യ സ്ത്രീയുടെ, അന്യ പുരുഷന്റെ കൂടെ ശയിക്കാൻ പോകുമ്പോൾ നിന്റെ ഈ വ്രതം അവിടെ അവസാനിക്കുക. മനസ്സിലായോ? ഞാൻ എന്റെ പൊന്നുതമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ലൈംഗിക വിശുദ്ധി, ആ വിശുദ്ധി നഷ്ടപ്പെടാനായിട്ട് ഇടവരുന്ന സമയത്തിന്റെ ഒരു നിമിഷം മുമ്പേ എന്റെ ജീവനെ, എന്റെ ശരീരത്തിൽ പിൻവലിച്ചേക്കണേ. എന്റെ തമ്പുരാൻ എന്നോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനന്ത സ്നേഹം അതാ. ഈ നിമിഷം വരെ തമ്പുരാന്റെ ഒരു കുഞ്ഞു പൈതലിനെ പോലെ കൈ പിടിച്ച് നടത്തിയ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല വ്യക്തികളും വിദേശത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ ക്രിസ്ത്യൻ കൺട്രികളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ. ഇവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഭാര്യയോ ഇവരുടെ ഭർത്താവോ മക്കളോ ഒക്കെ നാട്ടിലായിരിക്കും. എല്ലാവരും ഒന്നും കൂടെ ഉണ്ടാവണമെന്നില്ല. പലരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, അവർ ദൂരെയാണല്ലോ, അവർ കാണുന്നില്ലല്ലോ, അവർ അറിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ആരെങ്കിലും ഒക്കെ സെറ്റപ്പ് ആക്കി അവിടെ ഒരു രഹസ്യ ജീവിതം നയിക്കുന്ന അനുഭവമുണ്ട്. അതുപോലെ ആഗ്രഹിക്കുന്ന സമയത്ത് തൃപ്തി കണ്ടെത്താനായിട്ട് അത്തരത്തിലുള്ള ആരെങ്കിലും കണ്ടെത്തി അവരുമായിട്ട് പിന്നെ എന്താ പറയുക, ശയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവർ വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന പ്രവൃത്തി ആരും കാണുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് എന്താണെന്നറിയോ? ഈ കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ദൈവത്തിന്റെ പ്രീതമാകുന്ന ദൈവം തന്റെ പശയിട്ടിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടാണ്. ഈ ചട്ടക്കൂട്, ഇത് ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും വലുപ്പനും വല്ലുമയും എല്ലാം അടങ്ങുന്ന ഈ ഒരു ചട്ടക്കൂട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3 തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭവനത്തെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പരസ്പരം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നിർമ്മിതി. പക്ഷെ ഈ ദൂരെ ആയിരിക്കുന്നവൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ പാപം ചെയ്യുമ്പോൾ എന്താണെന്നറിയാവും? അവരിൽ പ്രവേശിക്കുന്ന ആ വ്യഭിചാരത്തിന്റെ ദുർബോധം, ആ ദുർബോധം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഭാര്യയുടെ ദേഹത്തും കയറും, അല്ലെങ്കിൽ ഭർത്താവിന്റെ ദേഹത്തും കയറും, മക്കളുടെ ദേഹത്തും കയറും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇതേ പാപത്തിൽ തന്നെ അവൻ വഴിതെറ്റിക്കും. മനസ്സിലായോ? ഇതേ പാപത്തിൽ തന്നെ അവൻ ഈ നാട്ടിലായിരിക്കുന്ന ഭാര്യയും മക്കളെയും, അല്ലെങ്കിൽ നാട്ടിലായിരിക്കുന്ന ഭർത്താവിനെയും മക്കളെയും ഒക്കെ വഴിതെറ്റിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന്റെ ഉള്ളത്തേൽ കൊള്ളുന്ന ഈ ഭൂമി, ഈ ഭൂഗോളം, ഇതിന്റെ ഉള്ളിലായിരിക്കുന്നവരാണ് നീയും നിന്റെ കുടുംബമൊക്കെ. ഇവിടെ നീ കാണിച്ചു കൊടുക്കുന്ന അഭ്യാസങ്ങളെല്ലാം സർവശക്തനായ ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നു.